അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മാംഗോ ഡെസേർട്ടുമായിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തൊരു മാങ്ങയാണ്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് തൊലി കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഇത് നമുക്ക് ചെറിയ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ബാക്കി നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴുത്ത മാങ്ങേൻ്റെ അത്രയും മധുരം മതിയാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് അടുത്ത് നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ മാങ്ങയുടെ പൾപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതിട്ട ശേഷം നമ്മൾ പീസാക്കി വെച്ച ചെറിയ മാങ്ങ കഷ്ണങ്ങളും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ക്രഷ് ചെയ്ത ബദാമും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ആ മാംഗോയുടെ പൾപ്പൊന്ന് ഇതിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കാം. മാംഗോ പീസും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്ത ബദാമും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർക്കേണ്ടത് വാനില ഐസ്ക്രീമാണ്. ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. ഒരു 2 സ്പൂണ് ഐസ്ക്രീം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മാങ്ങ പീസും കൂടി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്ത ബദാമും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.